നമസ്കാരം. ഈ വീടിന് ചുറ്റും സ്ഥലമില്ല, വീട് പറമ്പ് നിറയെ വെച്ച് പോയി, ടെറസിൽ എങ്ങനെ മിയാവാക്കി ചെയ്യാമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ഉത്തരമാണ് ഇവിടെ പറയാൻ പോകുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം പറയുകയാണ്. ഞങ്ങൾ നേരത്തെ മിയാവാക്കി ആദ്യം അവതരിപ്പിച്ച സമയത്ത് 1 മീറ്റർ മണ്ണ് മാറ്റിയ ശേഷം അവിടെ മിക്സ് ചെയ്ത് തിരിച്ചിടുക എന്നൊരു മോഡൽ പറഞ്ഞിരുന്നു. അത് കുറച്ച് കോസ്റ്റ്ലിയാണ് എന്ന് മാത്രമല്ല, നമ്മുടെ ഈ പാറ പോലെയുള്ള, അതായത് ഈ വെട്ടുകല്ല് പോലെയുള്ള ലാറ്ററൈറ്റൊക്കെ ഉള്ള സ്ഥലങ്ങളല്ലാത്തടത്ത് അങ്ങനെ കഴിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പുതിയൊരു മോഡൽ സജസ്റ്റ് ചെയ്യുന്നത്, പലരും സംശയം ചോദിക്കുന്നതുകൊണ്ട് പറയുകയാണ്, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മാർഗ്ഗം നല്ല മണ്ണാണെങ്കിൽ, അതായത് അടിയിലോട്ട് പാറയല്ലെങ്കിൽ, ഇപ്പോൾ ഇതൊക്കെ പക്ക പാറ, ഇവിടെ ഒന്നും ചെയ്യാനൊക്കില്ല, അതല്ല താഴെ പാറയാണെങ്കിൽ, ഈ വെട്ടുകല്ലാണെങ്കിൽ നമ്മൾ അവിടെ കുഴിക്കേണ്ടത് തന്നെ വേണ്ടി വരും. വെട്ടുകല്ല് കുറച്ച് കുഴിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ അതിനിടയ്ക്കൂടെ വേരുകൾ പോകാൻ പ്രയാസമായിരിക്കും. പക്ഷേ നല്ല മണ്ണുള്ള സ്ഥലമാണെങ്കിൽ ആ മുകളിലത്തെ ഒരു അരയടി ഒരടി മണ്ണ് മാത്രം മാറ്റുക, ടോപ്പ് സോയിൽ, അതായത് മേൽമണ്ണിലാണ് നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ ഇതൊക്കെയുള്ളത്, അത് മാത്രം സൈഡിലേക്ക് മാറ്റുക. എന്നിട്ട് ബാക്കി മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കുക. അത് തൂമ്പ ഉണ്ടോ, പിക്കാസ് ഉണ്ടോ, JCB ഉണ്ടോ, നിങ്ങളുടെ സൗകര്യം പോലെ ഇളക്കുക. ഇളക്കിയിട്ട് അതിലേക്ക് നമ്മളീ പറയുന്ന ചാണകപ്പൊടിയോ ആട്ടുംകാഷ്ടമോ കമ്പോസ്റ്റോ ചകിരിച്ചോറോ കരിയിലയോ ചിന്തേരി പൊടിയോ ഒക്കെ ഇടുക. ഇട്ടിട്ട് അതിനെ നന്നായിട്ട് ഇളക്കുക. ഇളക്കിയ ശേഷം ഈ മേൽമണ്ണ് ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഇളക്കുക. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ആ പ്രോസസ്സ് മുഴുവൻ കഴിയും. നേരത്തെ ഞങ്ങൾ ചുവന്ന് മാറ്റുക പറഞ്ഞാൽ ഏകദേശം വലിയൊരു വോളിയം മണ്ണ് വരും ഈ ഇത്ര ഒരു ഏരിയ ചെയ്യുമ്പോൾ. അപ്പോൾ അത് കോസ്റ്റ് ഒരുപാട് കൂട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ കോസ്റ്റ് ഇത്തിരി കുറയ്ക്കാനായിട്ട്, മാനേജബിൾ ആക്കാനായിട്ടാണ് ഇങ്ങനൊരു സാധനം. ഇത് വെട്ടുകല്ലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും അത് തന്നെ ചെയ്യേണ്ടി വരും. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇനി നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വെക്കുന്ന മോഡൽ പറയാം. ടെറസിൻ്റെ മുകളിൽ വെക്കുമ്പോൾ പലയിടത്തും ടെറസ് അതിന് വേണ്ടി ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക്, അതായത് ടെറസ് നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പം തന്നെ ഈ ഇങ്ങനൊരു ഉദ്ദേശത്തോടെ നമ്മൾ ഇത് ചെയ്യാനായിട്ട്, അതായത് മിയാവാക്കി വെക്കാനായിട്ട് വെള്ളം ചോരാത്ത തരത്തിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിനെ കോൺക്രീറ്റ് നന്നായിട്ട് ഉറപ്പിക്കുക. അതിൻ്റെ മുകളിലൊരു ഫൈബർ കോട്ടിങ്ങിന് 90 രൂപ സ്ക്വയർ ഫീറ്റിനാകും. അപ്പോൾ നിങ്ങൾ എത്ര ഏരിയ വേണോ അത്രയും, കാരണം ടെറസാകുമ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം വരാതിരിക്കാൻ മൊത്തം സ്ഥലത്തും അത് ചെയ്യേണ്ടി വരും. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒരിക്കലും പാരപ്പറ്റിലേക്ക് ഇറങ്ങില്ല. ഇതൊന്നുമില്ലെങ്കിലും ടെറസിലേക്ക് അങ്ങനെ വലിയ ഒരു വെള്ളമിറക്കം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, കാരണം നമ്മളിതൊന്നും ചെയ്യാതെ തന്നെ വാട്ടർ ടാങ്കുകളൊക്കെ ടെറസിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. പക്ഷേ ഇത് വേറൊരു മോഡലാണ്. ഇവിടെ നമ്മൾ ഫൈബർ ഒരു ടാങ്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഫൈബർ ടാങ്കിന് ഇതിനിത്തിരി കോസ്റ്റ്ലിയാണ്. ഇതിന് ഏകദേശം ഒരു 6000-7000 രൂപയോളം ചിലവ് വരുന്നുണ്ട് ഈ ഒരു ടാങ്കിന്. ഈ ടാങ്കിൽ വലിയ മരങ്ങൾ വരെ വെക്കാൻ പറ്റും, കാരണം ഇതിന് ഏകദേശം ഒരു 1 മീറ്റർ അടുപ്പിച്ച് പൊക്കമുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ മരങ്ങൾ വെച്ച് കാണിക്കണം ഇതെങ്ങനെ വളരുമെന്നുള്ളത്. ഇതിനിപ്പം വെയിൽ കിട്ടുന്നുണ്ട്. ഇതിനിപ്പം നല്ല രീതിയിൽ നമ്മൾ മിക്സ് ഉണ്ടാക്കി നിറച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ ചെടികൾ അടുത്തടുത്ത് വെക്കുകയാണ്. പഴം ഉണ്ടാകുന്ന ചെടികൾ വെക്കുന്ന കൂടെ തന്നെ വേണേൽ പൂച്ചെടികളും പച്ചക്കറി ഉണ്ടാകുന്ന ചെടികളും ഇതിൽ വെക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 2 സ്ക്വയർ മീറ്റർ 2.5 സ്ക്വയർ മീറ്റർ ഉണ്ട്. 2 സ്ക്വയർ മീറ്റർ ആണെന്നോ ഇതിൻ്റെ വീതി വരുന്നത്. ഈ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു 3 മരവും കുറച്ച് കുറ്റിച്ചെടികളൊക്കെ വെക്കാൻ പറ്റും. എല്ലാം കൂടി ഒരു 10 ചെടി അടുപ്പിച്ച് നമുക്കിത് വെക്കാൻ പറ്റും. പിന്നെ അതിനിടയ്ക്ക് ചീരയോ തക്കാളിയോ ഒക്കെ പോലുള്ള സാധനങ്ങളും വെക്കാൻ പറ്റും. എന്തായാലും ഇതൊന്ന് വെച്ച് നോക്കുക. ഇനി രണ്ടാമത്തെ ഇഷ്യൂ, ഇതിനകത്ത് എങ്ങനെ വെള്ളം നമ്മൾ നിറയ്ക്കും എന്നുള്ളതാണ്. അതിന് ഒരു മാർഗ്ഗം, വെള്ളം കോരുന്ന കുടം എടുത്തിട്ട് ആ കുടത്തിൽ വെള്ളം നിറച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഒരടി മാന്തി ആ കുടങ്ങളോട് ഇതിൽ തന്നെ കുഴിച്ചിടുക. എന്നിട്ട് വെള്ളം പിന്നെ അതിലേക്ക് നമ്മൾ ഒഴിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ ഈ കുടം പനയ്ക്കുക എന്ന് പറയും ഞങ്ങൾക്ക്. ഇവിടെ അതിനെന്താ ഭാഷ എന്നൊക്കെ കുടത്തിൻ്റെ പുറത്തേക്ക് വെള്ളം തുള്ളിയായിട്ട് വരും. അങ്ങനെ പുറത്ത് വരുന്ന വെള്ളം ഇതിനാവശ്യമായി, ചെടികൾക്ക് ആവശ്യമായ നനവ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ വേനൽക്കാലത്ത് ഈ കുടം നിറച്ച് വെച്ചാൽ നമ്മൾ 1-2 ദിവസം നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ അപ്പോൾ ഇതെല്ലാം തിരിച്ച് ഓടി വന്ന് വെള്ളം ഉണങ്ങിപ്പോകുമല്ലോ എന്നുള്ള വിഷമമൊന്നും വേണ്ട. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ വേറൊരു മാർഗ്ഗം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒരുപാട് സാധനങ്ങൾ ലിക്വിഡ് പാക്കറ്റ്സ്, ഇപ്പോൾ ലിക്വിഡ് സർഫൊക്കെ പ്ലാസ്റ്റിക് പാക്കറ്റ് വരുന്നുണ്ട്. അതൊക്കെ വീട്ടുകാർ പലരും മേടിക്കുന്നുണ്ട്. ഓൺലൈനിലായിട്ടൊക്കെ വരുമ്പോൾ ഇതൊക്കെ വാങ്ങിക്കുന്ന പലരും ഇങ്ങനെ സാധനങ്ങളൊക്കെയാണ്. ആ സർഫിൻ്റെ ഒക്കെ ഉപയോഗം കഴിഞ്ഞാൽ കൂട് വൃത്തിയായിട്ട് കഴുകിയ ശേഷം അതിൽ വെള്ളം നിറച്ചിട്ട് ഒരു സേഫ്റ്റി പിൻ കൊണ്ടോ വല്ല ഒരു ദ്വാരം ഇട്ടാൽ 1 ലിറ്റർ വെള്ളം തീക്കൊള്ളും. അത് എന്നിട്ട് ഇതിനിടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ തുള്ളിയായിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കും. ഇപ്പോൾ രാവിലെ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ചെറിയ നനവ് മണ്ണിന് കിട്ടിക്കൊണ്ടിരിക്കും. ഒറ്റയടിക്ക് നനയുകയില്ല, പക്ഷേ ചെറിയ നനവ് കൊടുക്കാൻ പറ്റും. അതുമൊക്കെ പരീക്ഷിക്കാവുന്ന മാർഗ്ഗങ്ങളാണ്. ഇത് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് കൃത്യം റിസൾട്ട് എന്താണെന്ന് പറയാൻ കഴിയില്ല. കുടം എന്തായാലും നമ്മൾ വെച്ചു, അത് വിജയകരമാണ്. എന്ന് മാത്രമല്ല, യൂറോപ്പിലൊക്കെ പലയിടത്ത് ഈ പെർമാകൾച്ചർ ചെയ്യുന്ന ഒരു രീതിയാണ്. അതിൽ കണ്ടിട്ടാണ് ഞാനത് പരീക്ഷിച്ച് നോക്കിയത്. ഇതിൽ ആളുകൾ ഉന്നയിക്കുന്ന ഒരു പ്രധാന സംശയം, ഈ ടെറസിൻ്റെ പുറത്ത് ഇത്രയും ഭാരം കയറ്റി വെച്ച് കഴിഞ്ഞാൽ വീട് തകർന്നു പോകുമെന്നുള്ളതാണ്. അതേക്കുറിച്ച് തകർന്നു പോകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ എഞ്ചിനീയറോട് തന്നെയാണ് അതേക്കുറിച്ച് ചോദിക്കേണ്ടത്. ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിൽ നേരത്തെ കോൺക്രീറ്റ് ബക്കറ്റുകളിൽ ഞങ്ങൾ വീടിൻ്റെ മുകളിൽ, ഈ വീടല്ല, ടെറസ് ചെയ്ത പഴയ ഞങ്ങളുടെ ആദ്യം വെച്ച വീടിൻ്റെ മുകളിൽ വലിയ തോതിൽ ടെറസ് ഗാർഡനിങ് ചെയ്തിരുന്നു.
അപ്പോൾ അവിടെ അത് കോൺക്രീറ്റ് സ്ട്രക്ചറായിരുന്നു. ഒരെണ്ണത്തിന് ഏകദേശം 80 കിലോയോളം ഭാരം ഉണ്ടായിരുന്നു. എടുത്തുകൊണ്ട് വരാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഈ മണ്ണും ഇതിലാണ് നിറച്ചത്. അത് മുകളിൽ കൊണ്ടുവന്ന് മണ്ണ് നിറച്ച് കഴിഞ്ഞ് പിന്നെ താഴെ കൊണ്ടുപോകാൻ പാടായി. പിന്നെ മണ്ണ് മുഴുവൻ മാറ്റിയിട്ടാണ് താഴെ തിരിച്ചത് ഇറക്കിയത് കുറേ കാലം കഴിഞ്ഞ്. അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ 1 സ്ക്വയർ മീറ്ററിൽ 400 കിലോ വരെ ഭാരം പ്രശ്നമല്ല എന്നാണ് എൻ്റെ വീട് പണിത ആർക്കിടെക്റ്റ് അന്ന് പറഞ്ഞത്. ഞങ്ങളപ്പോൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനതിൽ പിന്നെ ഒരു ലോജിക്ക് ആലോചിച്ചത്, നമ്മൾ 4 പേര് ചേർന്ന് നിന്നാൽ 300-300 കിലോനും കിലോ എന്നെ പോലുള്ള തടിയന്മാർ, സാധാരണ മനുഷ്യരാണെങ്കിൽ അത്രയും വരികയില്ല. അപ്പോൾ ഒരു 5 പേർക്ക് 1 മീറ്ററിൽ നമ്മൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ 400 കിലോ ആണ്. ഒരിക്കലും വീട് താഴോട്ട് പോകാം. ടെറസിൻ്റെ മുകളിൽ ഒരു 10, 40, 50 പേര് കയറി നിന്നിട്ട് താഴോട്ട് പോകാം. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ കയറി നിൽക്കുന്ന ആളുകൾ അവിടെ തന്നെ ഒരു 10 കൊല്ലം നിൽക്കുകയല്ല, അവർ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ വെയിറ്റ് സ്ഥിരമായിട്ടിരിക്കുമ്പോഴാണ് ഈ ബലക്ഷയം ഉണ്ടാകുന്നത്. പക്ഷേ ഈ 400 കിലോ ഒരു മീറ്ററിൽ എന്നുള്ള 1 സ്ക്വയർ മീറ്റർ എന്നുള്ള ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സാധനങ്ങൾക്കൊന്നും അത്രയും വെയിറ്റൊന്നും വരുന്നില്ല. ഇതിന് പരമാവധി വരാവുന്നത് ഒരു മരം അടക്കം ഒരു 10-100 കിലോ ആണ്. ഈ മരം അങ്ങനെ വലുതായിട്ട് വളർന്ന് ഇത് വരില്ല. അതിൻ്റെ ശിഖരങ്ങളൊക്കെ നമുക്ക് കണ്ടിച്ച് നിർത്താം. ആവശ്യത്തിനുള്ള പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകാനായിട്ട് നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്താം. പിന്നെ ഇതിലിടുമ്പോൾ നിങ്ങൾ ഈ ചാണകപ്പൊടി പോലെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഇടുക. അപ്പോൾ ഈ മണ്ണിനാണ് ഭാരം സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നത്. ചാണകപ്പൊടിയൊക്കെ പയ്യെ ചെടി വലിച്ചെടുക്കുകയും മണ്ണിൽ ലയിച്ചേരിയൊക്കെ ചെയ്ത് അതങ്ങ് പോകും. അപ്പോൾ പുതിയ സാധനം ഇട്ട് കൊടുത്താൽ മതി. ഇതിന് 4-1 മണ്ണ് വരുന്നുള്ളൂ. പോയിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം ചാണകപ്പൊടി, ചകിരിച്ചോറ്, ഉമ്മി പോലെയുള്ള സാധനങ്ങളാണ് വരുന്നത്. ഈ ഫില്ല് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ഇത് മുഴുവൻ വലിയ ഒരു വെയിറ്റുള്ള സാധനമാണ് എന്ന് നമുക്ക് വിചാരിക്കാനൊക്കില്ല. അതുപോലെ വേറൊരു കാര്യം, നമ്മളിങ്ങനെ വെക്കുമ്പോൾ ടെറസിൻ്റെ നടുക്ക് വെക്കാതെ കഴിയുന്നതും ആ ഭിത്തികളോട് ചേർത്ത് വെക്കുക. ബീമുള്ള സ്ഥലങ്ങളിൽ ബീമിൻ്റെ മുകളിലായിട്ടൊക്കെ വെക്കുക. അപ്പോൾ ഭിത്തിയോട് ചേർത്ത് വെക്കുമ്പോൾ ആ ഭിത്തിയുടെ ഒരു സപ്പോർട്ട് ഇൻഡയറക്റ്റായിട്ടെങ്കിലും കുറച്ച് ഈ വെയിറ്റ് താങ്ങാനായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ ഒരു ടെറസ് ഉണ്ടെങ്കിൽ ടെറസിൻ്റെ നടുക്ക് ഇത് വെക്കുന്നതിന് നടുഭാഗം ഫ്രീ ആയിട്ട് ഇട്ടിട്ട് ചുറ്റോട് ചുറ്റും നമ്മളിങ്ങനെ ടാങ്കുകളിലൊക്കെ ആയിട്ട് ചെടി വെക്കുന്നതും നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു. രണ്ടാമത്തെ വിഷയം, ഇത്രയും പൈസ ടെറസിൻ്റെ മുകളിൽ മുടക്കാനുണ്ടോ എന്നുള്ളതാണ്. കാരണം ഈ 7000 രൂപ മുടക്കി ഒരു ടാങ്ക് മേടിക്കാമെന്ന് പറഞ്ഞാൽ അത് അത്ര ചെറിയ കാര്യമൊന്നുമില്ല. പൈസയ്ക്ക് എല്ലാവർക്കും അത്ര എളുപ്പം പൈസ മുടക്കി ഇത് ചെയ്യാനൊക്കെ. ഞാൻ ഇതൊരു പരീക്ഷണമായതുകൊണ്ടാണ് പൈസയ്ക്കിനെ മുടക്കി നോക്കുന്നത്. അപ്പോൾ അതിനൊരു ചെറിയ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തകർന്ന ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്കുകളൊക്കെ പലയിടത്തും മേടിക്കാൻ കിട്ടും. നമ്മുടെ ഇപ്പോൾ കടകളിലൊക്കെ പൊട്ടിയ വാട്ടർ ടാങ്ക് പോലെയുള്ള സാധനങ്ങൾ കിട്ടും. അപ്പോൾ അത് ഉപയോഗം കഴിഞ്ഞ് ചിലപ്പോൾ ടെറസിൽ നിന്ന് എടുത്ത് മാറ്റി പുതിയ വാട്ടർ ടാങ്ക് പഴയത് കിട്ടും. അത് ഒരു ഓപ്ഷനാണ്. അത് പ്ലാസ്റ്റിക്, അതിന് വലിയ വില വരികയില്ല. ഒരു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൊട്ടിയ വാട്ടർ ടാങ്ക് ഒരു 500 രൂപയ്ക്കൊക്കെ കിട്ടും. ഉപയോഗം കഴിഞ്ഞല്ലോ. ഇപ്പോൾ അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ, അത് വേസ്റ്റാണ്. അപ്പോൾ അവനെ മേടിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇതാക്കാൻ പറ്റും. അതായത് അവനെ ഒരു വാട്ടർ ടാങ്കിന് 2 ആയിട്ട് മുറിക്കുക. കാരണം ഒരു വാട്ടർ ടാങ്കിന് 5 അടി 6 അടി പൊക്കം കാണും. അപ്പോൾ 5 അടി പൊക്കം ഉണ്ടെങ്കിൽ 2.5 അടി കിട്ടും മുറിച്ചാൽ. അപ്പോൾ മുകളിലത്തെ ഭാഗത്ത് ഒരു ദ്വാരം ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അത് ആ അടപ്പ് തന്നെ ഇട്ട് അടച്ച് തിരിച്ചങ്ങ് വെക്കുക. അതല്ലെങ്കിൽ അത് മലത്തി വെച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു തകിടോ നെറ്റോ എന്തെങ്കിലും ഒരു സാധനം വെക്കുക, മണ്ണ് താഴോട്ട് പോകാതിരിക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ചാക്കോ എന്തെങ്കിലും ഇടുക. വെള്ളം പോകാനായിട്ട് ഉള്ള ദ്വാരങ്ങളിടുക. അപ്പോൾ ഈ ഡിസൈനർ ആവശ്യം. ഈ ഡിസൈനർ ഇത് ഞങ്ങൾ നോക്കുന്നുണ്ട്. അത് കോഴിക്കോട് അതിലൊരു വിദഗ്ധനായ ഒരാളിനോട് ഇത് മാസീവായിട്ട് ഇപ്പോൾ ഒരു 10 കുറേ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്കിതെങ്ങനെ, ഇപ്പോൾ ഒരെണ്ണമൊക്കെ ആണെങ്കിൽ ചിലവ് വലിയ കുറവ് വരികയില്ല. അപ്പോൾ ഒരു 3000 രൂപ 4000 രൂപ റേഞ്ചിൽ ഈ സാധനം ഇറക്കാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം. ഈ വാട്ടർ ടാങ്ക് മോഡലും പരീക്ഷിക്കാവുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഈ 2 സാധനങ്ങളും ടെറസിൽ ഒന്ന് വെച്ച് നോക്കുക.